ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഇത് ഇട്ടിരുന്നു. അപ്പം നമുക്ക് പേപ്പർ സൈസ് അനുസരിച്ച് എത്ര സെൻറ്റിമീറ്റർ വെച്ചാണ് വരയ്ക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 സൈസ് പേപ്പറും എടുത്തിട്ടുണ്ട്. ഇത് A4 സൈസ് പേപ്പറാണ്. അതുപോലെ തന്നെ A3 സൈസ് പേപ്പറും ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി 2 സൈസ് പേപ്പർ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ വരയ്ക്കുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ A4 പേപ്പറിൽ വരയ്ക്കുന്ന സെൻറ്റിമീറ്റർ ആയിരിക്കില്ല നമ്മൾ A3 സൈസ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ. അതിന് പേപ്പർ മുഴുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പറിന് വലുപ്പം അനുസരിച്ച് നമുക്ക് സെൻറ്റിമീറ്റർ കൂട്ടണം. അതിപ്പോൾ നമുക്ക് A4 സൈസ് പേപ്പറിൽ വരയ്ക്കുന്ന സെൻറ്റിമീറ്റർ ആയിരിക്കില്ല നമ്മൾ A3 സൈസ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ. അതിന് നമുക്ക് വലിപ്പം ഉണ്ടല്ലോ, പേപ്പറിന് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇപ്പോൾ നിങ്ങൾ ലൈൻസ് ഇട്ട് വെക്കുന്ന ഫോട്ടോ, ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ മുകളിൽ വലത്തേക്ക് 7 ബോക്സും താഴേക്ക് 9 ബോക്സുമാണ് ഇതിൻ്റെ അകത്ത് ഫോട്ടോയ്ക്കകത്ത് വരുന്നത്. അപ്പം നിങ്ങൾ A4 വരയ്ക്കുമ്പം ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ച് നിങ്ങൾക്ക് 7 ബോക്സ് മുകളിൽ വരയ്ക്കാനുള്ള സ്പേസ് കിട്ടുമെന്ന് നോക്കുക. അങ്ങനെ കിട്ടുമെങ്കിൽ അതങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 2.5 വെച്ച് നിങ്ങൾക്ക് 6 സെൻറ്റിമീറ്റർ വെച്ച് അത്രയും ബോക്സ് അവിടെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ അത് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ A3 സൈസ് പേപ്പറിലും വരയ്ക്കുമ്പോഴും അതനുസരിച്ചുള്ള വ്യത്യാസം വരുത്തി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 2.5 ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ A4 വലിപ്പം കൂടുതലായതുകൊണ്ട് അത് 3 സെൻറ്റിമീറ്ററോ ഒരു 4 സെൻറ്റിമീറ്ററോ എടുക്കാം. നമുക്ക് ഇപ്പോൾ ബോക്സ് എണ്ണം കറക്റ്റ് കിട്ടിയാൽ മതി. അളവെത്രയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ എല്ലാം യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോസിലൊന്നും പേപ്പറിലൊന്നും ഞാൻ ഫുള്ളായിട്ട് വരയ്ക്കാറില്ല. ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ടേ വരയ്ക്കാറുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ കുറച്ചൊരു ഫോൺ താഴെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കതിന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മുകളിലത്തെ സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത്ര ക്ലാരിറ്റി കിട്ടുകയില്ല. വരയ്ക്കുന്ന കാണാൻ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ താഴെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് ഫോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് സെൻറ്ററിലായിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എനിക്ക് വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയ്ക്ക് അത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു പേപ്പർ സൈസ് അനുസരിച്ച് നിങ്ങൾ വലിപ്പം കൂട്ടിയെടുക്കുക, സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കുക. ഇപ്പോൾ നമുക്ക് ഞാൻ പറയില്ലേ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് നമുക്ക് A3 സൈസ് പേപ്പറിലേക്ക് വരുമ്പം 4 സെൻറ്റിമീറ്റർ എടുക്കുക. നമുക്ക് ബോക്സിൻ്റെ എണ്ണം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. സെൻറ്റിമീറ്റർ എത്രയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ബോക്സിൻ്റെ എണ്ണം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പീസിൽ ബോക്സിൻ്റെ എണ്ണവും നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന പേപ്പറിലെ ബോക്സിൻ്റെ എണ്ണവും കറക്റ്റായിരിക്കണം, സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ സൈസായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് കാണിക്കുന്നില്ല, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് അറിയത്തില്ലാത്ത ആരെങ്കിലും കാണുമായിരിക്കും, അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ട്യൂട്ടോറിയൽ വീഡിയോസ് ആവശ്യമെങ്കിൽ നിങ്ങളതും കമൻറ്റ് വഴി ചോദിക്കുക. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് പഠിക്കുക.